അപ്പൊ ഞങ്ങളിന്ന് സിനിമയ്ക്ക് പോവാ കേട്ടോ ഗൈസ്. ഞങ്ങളിന്ന് പ്രിൻസ് ആൻഡ് ഫാമിലി ആണ് കേട്ടോ കാണാൻ പോകുന്നത്. ദിലീപേട്ടന്റെ സിനിമയാണ്. ഡി സിനിമാസിലാണ് ഞങ്ങൾ കാണാൻ പോണത്. അപ്പോൾ ഗൈസ് നമ്മൾ ഡി സിനിമാസിലെത്തി. അവിടെ നിന്ന് കുറച്ച് വെയിറ്റിംഗ് ചെയ്യേണ്ടി വന്നു. അപ്പം നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അകത്ത് കയറിയതിന് ശേഷം നമുക്ക് പോപ്കോൺ മേടിക്കാൻ നിന്നു. പോപ്കോണൊക്കെ മേടിച്ച് നമ്മൾ സിനിമ കാണാൻ കയറി. കുഴപ്പമില്ലാത്തൊരു ഫിലിമായിരുന്നു, വലിയ ഇഷ്ടമൊന്നും അതിലായിരിക്കും. നമ്മളത് കഴിഞ്ഞ് നമ്മൾ മണീസ് പാർക്കിലേക്ക് വന്നു. അവിടെ പിള്ളേർ നല്ലോണം കളിച്ച് എൻജോയ് ചെയ്യായിരുന്നു. നമ്മളവിടെ വെയിറ്റ് ചെയ്യായിരുന്നു ബാക്കിയുള്ളവർ എല്ലാവരും. അപ്പോൾ ഗൈസ് ഞങ്ങൾ സ്ലൈഡൊക്കെ ചെയ്ത് ഭയങ്കര എൻജോയ്മെൻ്റ് ആണ്. പിന്നെ അവിടെ നമ്മൾ മണിച്ചേട്ടൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ വെച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഞങ്ങളവിടെ 4 മണി തൊട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു 7-8 മണി വരെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോർണിംഗിനും ഈവനിങ്ങിനും മണീസ് പാർക്ക് തുറക്കും. ഈവനിങ് ഒരു 4:30 to 8:30 വരെയാണ് അവിടുത്തെ ടൈം. പിന്നെ അവിടെ വെച്ച് ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. പിന്നെ ആ ഒരു സ്ഥലമാണ് നമുക്ക് പാട്ട് പാടാനൊക്കെ ആയിട്ട് അവിടെ ഒരു കുഞ്ഞ് സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഞങ്ങൾ ചുറ്റി കാണാൻ പോയി. നല്ല രസമായിരുന്നു കേട്ടോ ഇങ്ങനെ ചുറ്റി കാണാൻ. ഞങ്ങളിവിടെ 1-2 പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ ഫുൾ നടന്നു നോക്കിയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ കുറേ ചേഞ്ചസും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ നടക്കാമെന്ന് വെച്ചു. അപ്പോഴാണ് ഞങ്ങളിവിടെ ഒരു വിങ്സിൻ്റെ ഡ്രോയിങ് കണ്ടത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഫോട്ടോസ് എടുക്കാമെന്ന് വെച്ചു. ഇപ്പോൾ ഉണ്ണിയാണ് എനിക്ക് ഫോട്ടോ എടുത്തു തരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ അനുചേച്ചിയുടെ വീഡിയോ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനും പോയി. എന്നിട്ട് അവിടെ വെച്ചിട്ട് എൻ്റെയും കുറേ ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നടക്കാൻ പോയിട്ടോ ഗൈസ്. നല്ല രസമായിരുന്നു ഈവനിങ് അവിടെ നടക്കാനായിട്ട്. ഞങ്ങൾ രണ്ടാളും മാത്രം നടക്കാൻ ഇറങ്ങിയുള്ളൂ. മേമയും ബാബനും എല്ലാവരും അവിടെ ഇരിക്കുകയായിരുന്നു. കുഞ്ഞൊക്കെ കളിക്കാൻ പോയൊക്കെയായിരുന്നു. ഉണ്ണിയും ഞാനാണ് നടക്കാൻ പോകുന്നത്. അപ്പോഴാണ് നല്ലൊരു സൺസെറ്റിൻ്റെ ഒരു ഇത് കണ്ടത്. നല്ല രസമുണ്ടായത് കാണാൻ. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. മഴയൊന്നും ഇല്ലാത്ത സമയത്താണ് ഞങ്ങൾ പോയത്. കുറച്ച് കാലം മുന്നേ പോയതിൻ്റെയാണ് വീഡിയോസൊക്കെ. ഞങ്ങളിവിടെ ഇത്തിരി ലേറ്റായി നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യണേ. ആ സമയത്ത് മഴയൊന്നും ഉണ്ടായില്ല. ഇപ്പം നല്ല മഴയൊക്കെയാണ്. ഇവിടെ കുറേ പേര് സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാത്രിയൊക്കെ ആയപ്പോൾ ഇവിടെ ലൈറ്റ്സൊക്കെ ഓണാക്കിയിട്ടുണ്ട്. ലൈറ്റൊക്കെ ഓണാക്കിയപ്പോൾ നല്ല രസമുണ്ട്. ഇപ്പോൾ ഉണ്ണിക്ക് പാട്ട് പാടണമെന്ന് പറഞ്ഞാലും ഇവിടെ ഉണ്ണീനെ പാട്ട് പാടാൻ വന്നേക്കാണ്. ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഉണ്ണിയുടെ പാട്ടിന് വേണ്ടി. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് ദേ ഉണ്ണിമോളുടെ പാട്ട് പാടൽ സ്റ്റാർട്ട് ചെയ്തു. ഉണ്ണിമോൾ അങ്ങുവാനക്കോണിലാണ് പാടിയത്. ഉണ്ണിമോൾ ഇപ്പോൾ സെക്കൻഡ് ടൈമോ തേർഡ് ടൈം ആണ്ടാണ് ഇവിടെ വരുമ്പോൾ പാട്ട് പാടുന്നത്. പ്ലാസ്റ്റിക് ബോട്ടിൽസ് കൊണ്ട് ഉണ്ടാക്കിയൊരു ആമയാണ്. പാർക്കിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത്. ഫുഡ് കഴിക്കാൻ ഞങ്ങൾ പോയ റെസ്റ്റോറൻറ്റിൽ ഈ ട്രെയിനിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞു ഫോട്ടോസ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ കയറിയിരിക്കുകയാണ്. എന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ ഫുഡിന് വേണ്ടി ബാക്കിയുള്ളവരെല്ലാവരും വെയിറ്റ് ചെയ്യാണ്. അതൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടും കുഞ്ഞിൻ്റെ കുറേ ഫോട്ടോസ് എടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. ഈ റെസ്റ്റോറൻ്റ് ഉള്ളത് ചാലക്കുടിയിലാണ്. നമ്മുടെ പാരഡൈസിൻ്റെ ഒക്കെ അടുത്ത് മോഡി എന്നാണ് എൻ്റെ പേര്. മോഡി ട്രാൻവേ റെസ്റ്റോറൻറ്റ്. നല്ലൊരു റെസ്റ്റോറൻ്റാണ്. അവിടുത്തെ ഫുഡൊക്കെ നല്ല അടിപൊളിയാണ്. ബൈ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.